വെളുപ്പിന് 4 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന മക്കള് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇതുപോലത്തെ ചെറിയ മക്കള് എനിക്കുണ്ട്. ദാ ഈ ഒരു മുതല്. അത് 4 മണി എന്ന് പറഞ്ഞാൽ 3:45 തൊട്ട് അലാം വെച്ചിട്ട് കറക്റ്റ് 4 മണി അല്ലെങ്കിൽ 3:55 തന്നെ വിളിച്ചിരിക്കണം. ഈ 4 മണി എന്നുള്ളത് 4:01 ആയാൽ ഇടിനാശവും വെള്ളപ്പൊക്കവുമാണ് വീട്ടില്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്ക്. എനിക്ക് പിള്ളേര് രാവിലെ എണീക്കുന്നത് ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ഒരു 8 hours സ്ലീപ്പെങ്കിലും ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണം. പക്ഷെ അത് കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് എന്റേത്. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആൾക്ക് രാവിലെ 4 മണിക്ക് എണീക്കണം. അപ്പം നേരത്തെ കിടക്കാൻ പറഞ്ഞാൽ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിടന്നു വരുമ്പോഴത്തേക്കും 9, 9:30 ആവും. നേരത്തെ കിടക്കുന്ന ഒരു ഹാബിറ്റേ ഇല്ലായിരുന്നു. ഇപ്പൊ പക്ഷെ ഞാനത് നിർബന്ധം പറഞ്ഞുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇച്ചിരി നേരത്തെ കിടക്കും. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇത്രയും വാശി പിടിക്കുന്നത്. ബിക്കോസ് പഠിക്കാനുള്ളതൊക്കെ പലപ്പോഴും വൈകിട്ട് തന്നെ പഠിച്ച് തീരും. അപ്പൊ ഇപ്പൊ വൈകിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാം, അമ്മ ഇത് അവിടെ വെച്ചേര്, ഇത് ഞാൻ രാവിലെ എണീറ്റിട്ട് പഠിച്ചോളാം. അപ്പൊ എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാണ്, ഇത്രത്തോളം നിർബന്ധം പിടിക്കുന്ന എന്തിനാണ് ഈ 4 മണിക്ക് എണ്ണിക്കാൻ എന്നുള്ളത് പറയൂ. രാവിലെ ആരും ഇല്ലാത്തപ്പോ ഏകാന്തതയിലിരുന്ന് തന്നെ പഠിക്കണം. പിന്നെ പഠിപ്പെല്ലാം കഴിഞ്ഞ് ആ സൂര്യൻ ഉദിച്ചു വരുന്നൊക്കെ കാണണം. പിന്നെ കുറെ നേരം ബുക്കൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പൊ ഈ 4 മണി എന്നുള്ളത് 5 മണി ആയാലും സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാമല്ലോ. ഇപ്പൊ ഒരുപാട് പഠിക്കാൻ, ഇപ്പൊ 4 മണി തൊട്ട് പഠിക്കാനുള്ളതൊന്നും ഈ ക്ലാസ്സിലില്ല. പിന്നെ അപ്പൊ അത്രയും പഠിക്കാനും ബുക്ക് വായിക്കൂല്ലേ. അപ്പൊ സൂര്യൻ ഉദിക്കുന്നത് കാണാനാണെങ്കിൽ നമുക്ക് 5, 5:30 ആകുമ്പോ എണീറ്റാലും പോരെ. സൂര്യൻ ഉദിക്കുന്നത് മാത്രമല്ല ബുക്ക് വായിക്കുന്ന ഏകാന്തതയിൽ ഇരിക്കുമ്പോ എന്തോ ആലോചിക്കുന്നത്. സ്കൂളിൽ നിന്ന് കൂട്ടുകാരൻ എന്ത് കൊണ്ടുവരും, എന്ത് കഴിക്കാൻ കിട്ടും എന്നൊക്കെ. അത് ഏകാന്തതയിൽ അല്ലാത്തപ്പോഴും ആലോചിക്കാമല്ലോ. അല്ലാത്തപ്പോ നമ്മൾ ഓരോരുത്തരോട് മിണ്ടിയിരിക്കും. ആരെങ്കിലും ഉണ്ടേ. അല്ലാത്തപ്പോഴത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നമ്മളെ ഒന്നും ആലോചിക്കാൻ സമ്മതിക്കത്തില്ല. നമ്മളൊക്കെ ഉണർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ് എന്ന് പറയുന്ന ഒരു സാധനം വർക്ക് ചെയ്യാനേ സമ്മതിക്കൂല. വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അവൻ ആലോചിക്കണം, അവന്റെ തോട്ട് പ്രോസസ് വർക്ക് ചെയ്യണം, അതിനവൻ ഏകാന്തത വേണം, അതിനവൻ രാവിലെ എണീക്കും. എന്നിട്ട് ബാക്കിയുള്ളവർ എണീറ്റ് കഴിയുമ്പോൾ ബാക്കിയുള്ളവരുടെ ഏകാന്തത മൊത്തം കളയും. പകൽ എന്തുകൊണ്ടാ ഇങ്ങനെ ചുമ്മാ കുറച്ചു നേരം ഒറ്റയ്ക്ക് പോയിരുന്ന് ചിന്തിക്കാലോ എന്ന് വിചാരിക്കാത്ത? പകൽ ആൾക്കാരുള്ളപ്പോ നമുക്ക് ചൊറിയാൻ ഭയങ്കര അല്ല, ഈ ഏകാന്തത കിട്ടുമല്ലോ. നമ്മൾ വെളുപ്പിനത്തെ ഏകാന്തതയും പകലത്തെ ഏകാന്തതയൊക്കെ ഭയങ്കര ഡിഫറൻറ്റ്. അത് എണ്ണീക്കുന്നവർക്ക് മനസ്സിലാവത്തുള്ളൂ. വെളുപ്പിന് എണ്ണീറ്റ് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇരുന്ന് ഒരു ബുക്കൊക്കെ വായിച്ച് സൺസെറ്റ് ഒക്കെ കണ്ട് സൺറൈസ് ഒക്കെ കണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെളുപ്പിനെ എണീക്കുന്ന പരിപാടി. എന്റെ പപ്പ പണ്ട് തൊട്ടേ പറയായിരുന്നു വെളുപ്പിനെ എണീക്കണം, വെളുപ്പിനെ എണീക്കണം. പക്ഷെ എന്തോ വെളുപ്പിന് എണീക്കുന്ന കാര്യം ഭയങ്കര മടിയായി. ഇപ്പൊ രാത്രി എത്ര നേരം വേണേലും ഇരുന്ന് പഠിക്കുകയോ എന്ത് വേണേലും ചെയ്യാം. പക്ഷെ വെളുപ്പിനെ എന്നുള്ള പരിപാടി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവൻ എണീറ്റ് കഴിഞ്ഞാൽ അവൻ വലിയ ശല്യമൊന്നും ചെയ്യത്തില്ല. എന്നാലും പ്രോപ്പർ ഉറക്കമൊന്നും നടക്കൂല. 3:55 തൊട്ട് 3:45 തൊട്ട് അലാം വെച്ച് വിളിച്ചുണർത്തി വാഷ്റൂമിൽ ഇരുത്തണ്ട, ഇരുന്നോളും. ബ്രഷ് എടുത്ത് കൊടുക്കണം, പേസ്റ്റ് എടുത്ത് കൊടുക്കണം. അത് ഇച്ചിരി മേളിൽ ഇരിക്കുന്നോണ്ടാണ്, അല്ലെ സ്വന്തമായിട്ട് അങ്ങ് എടുത്തോളും. അവിടെ കുറച്ച് അവന്റെ കൈ എത്താത്ത സ്ഥലത്ത് ഇരിക്കുന്നതുകൊണ്ട് അതെടുത്ത് കൊടുക്കണം, സോപ്പ് എടുത്ത് കൊടുക്കണം. ഇതെല്ലാം കൊടുത്ത് ആശാനെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പുള്ളി അപ്പൊ തന്നെ രാവിലെ വാഷ്റൂമിൽ പോയി പല്ല് തേച്ച് കുളിച്ചതിന് ശേഷമേ ഉള്ളൂ എല്ലാ പരിപാടിയും. ഈ രാവിലെ എന്ന് പറഞ്ഞാൽ ഈ തണുപ്പ് കാലത്ത് ഈ തണുത്ത് ഉറച്ചിരിക്കുന്ന സമയത്തും രാവിലെ കുളിക്കണം. അത് നമ്മൾ ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ. കുഞ്ഞിലെ തൊട്ടേ ചൂടുവെള്ളം എന്നൊരു ഹാബിറ്റ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടില്ല. പക്ഷെ തണുക്കത്തില്ലടാ നിനക്ക്? ആദ്യത്തെ ആ ഒരു ദിവസം ആദ്യം അങ്ങനെ ഇരിക്കുമ്പോൾ മഴ, പിന്നെ ചൂടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാലും സമ്മതിക്കത്തില്ല. തണുത്ത വെള്ളം തന്നെ വേണം. ഇപ്പൊ ചില മൂക്കടപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചൂടാക്കി കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഭയങ്കര പ്രശ്നമായിരിക്കും. എനിക്ക് ഫ്രഷ് വാട്ടറിൽ കുളിക്കണം, തണുത്ത വെള്ളത്തിൽ കുളിക്കണം. അത് തണുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് നമുക്ക് തൊടാൻ പോലും പറ്റാത്ത തണുപ്പുള്ള സമയത്ത് പോലും അത് കോരി ഒഴിക്കും. ഒന്നും വലിയ കാര്യമല്ലേ? ആദ്യത്തെ ഒരു 2-3 ദിവസം പ്രശ്നം കാണും, പിന്നെ കുഴപ്പമില്ല. ആദ്യത്തെ ഒരു 2-3 ദിവസം എന്നാ കുഞ്ഞിലെ? എത്രയോ കുഞ്ഞിലെ അന്ന് പ്രശ്നം കാണുമെന്ന് ഞാൻ പറഞ്ഞു. അതെ, ഇങ്ങനെ പറഞ്ഞ് ഐസ് വീഴുമ്പോ വിറയ്ക്കും, പെട്ടെന്ന് മരവിച്ച് കയറുന്നതെല്ലാം. അപ്പൊ ഈ പല വീടുകളിലും പിള്ളേരെ രാവിലെ എണ്ണിപ്പിച്ച് സ്കൂളിൽ വിടാൻ ഭയങ്കര പാടാണല്ലോ. കാരണം സ്കൂൾ ബസ് വരുന്നതിന് മുമ്പ് ഇവരെ അടിച്ചെണ്ണിപ്പിക്കുക, രാവിലത്തെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദൈവം അനുവദിച്ച അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇവന് നേരത്തെ ഒരുങ്ങിയിരിക്കണം. ഇവന് രാവിലെ എണീറ്റ് ഒരുപാട് റിലാക്സ് ചെയ്തതിന് ശേഷമൊക്കെ. അപ്പൊ എനിക്ക് രാവിലെ വിളിച്ചെണ്ണിപ്പിക്കുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല.
അങ്ങനെ ഒരു വലിയ ഗുണമുണ്ട് കേട്ടോ. ഞാനാണ് രണ്ടുപേരും വിളിച്ചു അങ്ങനെ ഒരു ഗുണമുണ്ട്. അതൊക്കെ നല്ലതാണ്. പിന്നെ ഈ പഠിപ്പിക്കാൻ എനിക്ക് പറ്റൂല. അപ്പൊ കൂടെ ഇരുന്ന് പഠിപ്പിക്കാനൊന്നും എനിക്ക് പറ്റൂല. കാരണം എനിക്ക് രാവിലെ എണീറ്റ് ബുക്കിനകത്തോട്ട് നോക്കാൻ രാവിലെ എണ്ണിക്കാനും പറ്റത്തില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ബാക്കി വരുന്നതൊക്കെ രാവിലെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളും. അങ്ങനെയും ഒരു ഗുണമുണ്ട്. പക്ഷെ എന്നാലും 4 മണി ഈസ് ടു മച്ച്. കാരണം ഈ ഇത്രയും കുഞ്ഞു ബേബി, കുഞ്ഞു കുട്ടൻ. അടുത്ത ക്ലാസ് ഞാൻ 3:30. അയ്യോ, എന്തിന്? അപ്പൊ ഒരു 7 മണിയൊക്കെ ആകുമ്പോ കിടന്നുറങ്ങണം അല്ലേ? ഒരു 8 hours സ്ലീപ്പ് വേണ്ടേ? ഇത് 6 hours തന്നെ കണ്ടിന്യൂസ് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അത് ഹെൽത്തിനെ ബാധിക്കും. ഹെൽത്ത് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ. അങ്ങനൊന്നും പറയാൻ പറ്റൂല. ഓക്കെ, അപ്പം ഈ നിന്റെ കൂട്ടുകാരോടും നിന്റെ ഏജിലുള്ള കുഞ്ഞുങ്ങളോടും ഒക്കെ ഈ രാവിലെ എണ്ണിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസും രാവിലെ എണ്ണിക്കുന്നതിന്റെ കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, പഠിക്കാനൊക്കെ ഉണ്ട് എണ്ണീക്ക. പിന്നെ 4ാം ക്ലാസ്സുകാർക്ക് വെളുപ്പിന് എണ്ണീറ്റ് പഠിക്കാൻ ഒരുപാടൊന്നും ഇല്ലല്ലോ. തലേ ദിവസം നന്നായി പഠിക്കുന്ന പിള്ളേരാണെങ്കിലോ? ആണെങ്കിൽ പിന്നെ കിടന്നുറങ്ങിക്കോ. ബസ്സിന് പോകേണ്ട സമയമാകുമ്പോ കാര്യങ്ങളെല്ലാം കഴിയേണ്ട അത്രയും സമയത്തിനുള്ളിൽ എണ്ണീറ്റാ മതി. എന്ത് കാര്യങ്ങള്? കുളിക്കുകയും പല്ലിയൊക്കെ ഒക്കെ വേണ്ടേ? അങ്ങനെ അന്നേരത്തേക്ക് എണ്ണീറ്റാ മതി. അപ്പൊ അല്ലാതെ എന്നെ പോലെ ആഗ്രഹമുള്ളവരാണ് മെസ്സേജ് കമന്റ് ഒക്കെ. അങ്ങനെ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിലോ? ശരിയാ, എനിക്കും ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇതുപോലത്തെ വെളുപ്പിന് 4 മണിക്ക് വിളിക്കണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുന്ന, അങ്ങനെ ഇന്നിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാവുമോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. കാരണം ഒന്ന് അറിയാൻ വേണ്ടിയാ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാ. വെളുപ്പിന് എണ്ണിക്കുന്നോണ്ട് ആള് പകലെപ്പോഴെങ്കിലും കിടന്ന് ഉറങ്ങുമെന്ന് കരുതരുത്. ഈവൻ അവധിയുള്ള ദിവസവും അങ്ങനെ ഒരു സംഭവമില്ല. ആൾ ഉറങ്ങുകയില്ല, നമ്മളെ ഉറക്കുകയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം. നമ്മൾ കിടന്ന ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ അമ്മ കല്യാണം കഴിച്ചെന്ന ഇതൊക്കെയാണ് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് ഇങ്ങനെ പണ്ടത്തെ കുറെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അമ്മ സ്കൂളിൽ കയറിയപ്പോ ആദ്യത്തെ ക്ലാസ് ടീച്ചർ ആരായിരുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അതും നമുക്കൊന്ന് ഉറങ്ങാമല്ലോ എന്നൊക്കെ വിചാരിച്ച് കിടക്കുന്ന സമയത്ത് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ദേഷ്യം വരാതിരിക്കുവോ? ദേഷ്യം മൊത്തം തീർക്കല്ലേ. ഓക്കെ, അപ്പോ എന്താ പറയുന്നത്, ഇങ്ങനത്തെ ഹാബിറ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണം. എന്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഓപ്പൺ ഹൗസ് ആണ്. ഞങ്ങൾ സ്കൂളിൽ പോവാണ്. ടീച്ചേഴ്സിനെയൊക്കെ ഈ അക്കാഡമിക് ഇയറിലെ ഫസ്റ്റ് ഓപ്പൺ ഹൗസ് ആണ്. ഞങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ഈ രാവിലെ ഇരിക്കുന്ന മോനെ പറ്റി അവരെന്താ പറയുന്നൂടെ അറിയണമല്ലോ അല്ലേ? വേണം. അപ്പൊ ഓക്കെ, ബൈ.